ഒരു പെൺകുട്ടി എന്തെങ്കിലും ഒരു കാര്യം വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അവളുടെ ജീവന്റെ വിലയുണ്ടോ ഈ നാട്ടിൽ? നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കിയേ. 21-കാരിയായ ലാവണ്യ ദക്ഷിണ കന്നഡയിൽ പട്ടാപ്പകൽ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഈ കുട്ടിയെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുത്തൻ വന്ന് പ്രപ്പോസ് ചെയ്തു, അത് അവൾ റിജക്ട് ചെയ്തു. അതിനാണ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ലാവണ്യ എന്ന് പറഞ്ഞ യുവതി. അപ്പോഴാണ് ചേതൻ പൂജാരി എന്ന് പറഞ്ഞ ഈ അക്രമി ഇവൻ വന്ന് ഈ കൊച്ചിനെ ബസ്സിൽ നിന്ന് വലിച്ചിറക്കി പുറത്തിട്ട് വാള് കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയത്. എന്തൊരു വലിയ തെറ്റായിരിക്കുമല്ലേ ആ കൊച്ചു ചെയ്തത്. ആരെങ്കിലും വന്ന് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അത് സ്വീകരിക്കണമായിരിക്കും. പിന്നെ ഒരു ആണോടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണല്ലോ. സ്വന്തം ഈഗോയെ തൃപ്തിപ്പെടുത്താനായിട്ട് ഒരു പെൺകുട്ടിയെ വെട്ടിക്കൊലപ്പെടുത്തുക, അതും ആൾക്കാർ നോക്കി നിൽക്കുക ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട്, ഇതൊന്നും പ്രണയമല്ല, ഇതൊക്കെ മാനസിക രോഗം തന്നെയാണ്. ഈ ഒരു ഈഗോ മനോഭാവം മാറാത്ത പക്ഷം ഈ നാട്ടിൽ ആരും സുരക്ഷിതരല്ല. പിന്നെ ഇതൊക്കെ ഒരു വാർത്ത മാത്രമാകാതെ ഇനിയെങ്കിലും നമ്മൾ എടുത്ത് ചർച്ച ചെയ്യേണ്ട വലിയൊരു ദുരന്തമാണ് ഇതൊക്കെ. ഒരു നോ പോലും പറയാൻ പറ്റാത്ത നാട്ടിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഈ പറയുന്ന കുട്ടിക്ക് നീതി കിട്ടണം, പക്ഷെ ഇതുപോലെ എത്ര ലാവണ്യമാർ ഇതിന് ഇരകളാകണം? ഇങ്ങനെ ഈ കൊല്ലുന്നവന്മാരെയൊക്കെ കൊല്ലാനുള്ള എന്തെങ്കിലും നിയമം കൊണ്ടുവരൂ ഭരണകൂടമേ. ഇനി എത്രയെത്ര പെൺകുട്ടികൾ ഇതിനിരയായി കഴിഞ്ഞാലായിരിക്കും നിങ്ങളൊക്കെ ഒരു നിയമം ഉണ്ടായിക്കൊണ്ടുവരുന്നത്.